ഹായ് ഡിയേഴ്സ്, അതായത് നമ്മുടെ ഓൾ ഇന്ത്യ കൗൺസിലിംഗിന്റെ റിപ്പോർട്ടിംഗ് ടൈം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. അതിൽ വന്നിരിക്കുന്ന വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് നോട്ടീസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് ESI IP വാർഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഇതാണ് നോട്ടീസ്. നോട്ടീസ് ഫോർ വാർഡ്സ് ഓഫ് ഇൻഷുർഡ് പേഴ്സൺസ് കോട്ട ഓഫ് ESI എന്ന നോട്ടീസാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പോകാവുന്നതാണ്. അതായത് ESI വാർഡിലേക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടീസാണ് ഇന്ന് MCCയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പൊ ഇതാണ് നോട്ടീസ്, ഇതാണ്. അതായത് പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. For the information to the candidates who want to avail the benefit of insured person quota of ESIC, അതായത് IP വാർഡിലുള്ള കുട്ടികൾക്ക് IP കോട്ടയിൽ അപേക്ഷിക്കാവുന്ന കുട്ടികളുണ്ടാവും. അവരവരുടെ IP സർട്ടിഫിക്കറ്റ് എല്ലാം കരസ്ഥമാക്കിയിട്ടുണ്ടാവും. അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. IP കോട്ട സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ MCCയുടെ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. ആക്ടിവിറ്റി MCC റൗണ്ട് 2 നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. അപ്പൊ കാൻഡിഡേറ്റ്സ് ഹു ആർ എലിജിബിൾ ടു അവൈൽ ദി ബെനിഫിറ്റ് ഓഫ് ദീസ് സീറ്റ്സ് ക്യാൻ രജിസ്റ്റർ എ ഫ്രഷ് ഫോർ ESIC റൗണ്ട് 2 ഓഫ് കൗൺസിലിംഗ് ആൻഡ് ഫിൽ ചോയ്സസ് ഫോർ IP കോട്ട സീറ്റ്സ്. അതായത് സീറ്റുകൾ നിങ്ങളുടെ ഫ്രഷ് ചോയ്സ് ആയിട്ട് തന്നെ നിങ്ങൾ IP കോട്ട സീറ്റ്സിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പൊ നമുക്ക് കോളേജുകളെല്ലാം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് 9 കോളേജുകളാണുള്ളത്. 9 കോളേജുകളിൽ 383 MBBS സീറ്റുകളാണ് IP കോട്ടയിലേക്കുള്ളത്. അതായത് ഫരീദാബാദ് ഹരിയാനയിൽ 43 സീറ്റ്, ESI കോളേജ് കൽക്കത്തയിൽ 65 സീറ്റ്, ചെന്നൈയിൽ 25 സീറ്റ്, ബാംഗ്ലൂർ കർണാടകയിലെ ഗുൽബർഗയിൽ 56 സീറ്റ് വീതം, ഹൈദരാബാദിൽ 40 സീറ്റ്, കോയമ്പത്തൂരിലുള്ളത് 20 സീറ്റ്, മാണ്ഡി ഹിമാചൽ പ്രദേശിൽ 36 സീറ്റ്, നമ്മുടെ കേരളത്തിലെ കൊല്ലം പാരിപ്പള്ളിയിൽ 39 സീറ്റുകളാണുള്ളത്. അപ്പൊ ഈ സീറ്റുകളിലെ 383 ടോട്ടൽ സീറ്റുകളുണ്ട്. ഈ സീറ്റുകളിലേക്കാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. നമ്മൾ ഓൾ ഇന്ത്യ റൗണ്ടിലെ ഈ കോളേജുകളിലെ 15% സീറ്റിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ കോളേജുകളിലെ 35% സീറ്റിലേക്കും നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് IP വാർഡ് എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ടാവും. IP വാർഡിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. IP കോട്ട സീറ്റ് ആക്ടിവേറ്റഡ് ആവും. സെക്കൻഡ് റൗണ്ട് ആവുമ്പോഴേക്ക് 18-ാം തീയതിയാണ് രജിസ്ട്രേഷൻ നടപടികൾ ഉണ്ടാകുന്നത്. അത് ആ ദിവസം തന്നെ നിങ്ങളുടെ ഈ ഒരു കോട്ടയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ രണ്ടാമതായിട്ടൊരു ബോണ്ട് കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ 4.5 വർഷം അവിടെ പഠിച്ചു കഴിഞ്ഞാൽ 1 വർഷം നമ്മൾ അവിടെ ESI ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. 1 വർഷം നമ്മൾ അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു ബോണ്ടും കൂടി നമ്മൾ അവിടെ കൊടുക്കേണ്ടതുണ്ട്. പ്രോസ്പെക്ടിന്റെ അകത്തൊരു ഫോമാറ്റ് ഉണ്ട്. ആ ഫോമാറ്റ് റവന്യൂ മുദ്രഭാഗത്തിനകത്ത് പ്രിന്റ് ചെയ്ത് ഒപ്പിട്ട് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. അപ്പൊ അതും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി അതിന്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരണം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ നോക്കാം. അപ്പൊ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നോട്ടീസും കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ബോണ്ട് ഡ്യൂറേഷൻ 1 വർഷമാണ്. 1 വർഷത്തേക്കാണ് നിങ്ങൾ ആ കോളേജുകളിൽ ജോലി ചെയ്യേണ്ടത്. അപ്പൊ അല്ലെങ്കിൽ അതിന്റെ സെക്യൂരിറ്റി എമൗണ്ട് ആയിട്ടുള്ള 5 ലക്ഷം രൂപ നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പൊ അതിന്റെ ഒരു ബാങ്ക് ഗ്യാരണ്ടിയും കൂടി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. 5 ലക്ഷത്തിന്റെ ബാങ്ക് ഗ്യാരണ്ടിയും കൂടി നമ്മൾ അഡ്മിഷൻ സമയത്ത് വിത്തിൻ പീരീഡ് ഉണ്ട്. ആ പീരീഡിന്റെ അകത്ത് തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം എന്നിവിടെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇവിടെ പരിശോധിക്കാവുന്നതാണ്. ഇനി നമ്മൾ അഡ്മിഷന്റെ സമയത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അലോട്ട്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അഡ്മിഷൻ നമ്മൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ഡേറ്റ് എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാവുന്നതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടത് നമുക്ക് അഡ്മിഷൻ സെക്കൻഡ് റൗണ്ടും മോപ്പപ്പ് റൗണ്ടിലും ഒക്കെ തന്നെയായിരിക്കും ESI IP വാർഡിലേക്കുള്ള അഡ്മിഷൻ ഉണ്ടാവുക. അപ്പൊ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകേണ്ടത്, അതായത് 26-ാം തീയതി മുതൽ 5-ാം തീയതി വരെയാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈം ഉള്ളത്. ആ ടൈമിൽ നമ്മൾ എൻക്ലോസ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സുകൾ, ഒറിജിനൽ ഡോക്യുമെന്റ്സുകൾ നമ്മൾ കൊണ്ടുപോകണം. സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് ആയിരിക്കണം. നമുക്ക് ഒറിജിനലും സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസും ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് വേണ്ട രേഖകൾ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. ESI പെൻഷൻ കാർഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ +2ന്റെയും SLCയുടെയും മാർക്ക് ലിസ്റ്റുകളും അതിന്റെ സർട്ടിഫിക്കറ്റുകളും ഉണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ, എലിജിബിലിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള +2ന്റെ മാർക്ക് ലിസ്റ്റുകൾ കൊണ്ടുപോകണം.
അഡ്മിറ്റ് കാർഡ് ഫോർ നീറ്റിന്റെ അഡ്മിറ്റ് കാർഡ് ഉണ്ടാവണം, സ്കോർ കാർഡ് ഉണ്ടാവണം, നിങ്ങളുടെ ഒറിജിനൽ IP വാർഡ് സർട്ടിഫിക്കറ്റുകളിലെ ഒറിജിനൽ IP വാർഡ് സർട്ടിഫിക്കറ്റും ഉണ്ടാവണം. ഇനി SC ST OBC PH ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് അതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ എന്താണോ അതിൽ നിന്നും അവൈലബിൾ ആവുന്നത്. തഹസിൽദാരുടെ കയ്യിൽ നിന്നുള്ള നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആയാലും ആക്ടിവിറ്റി സർട്ടിഫിക്കറ്റ് ആയാലും എല്ലാ കാര്യങ്ങളും അതിന്റെ ഒറിജിനൽ കോപ്പീസ് ഉണ്ടായിരിക്കണം. EWS സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. തഹസിൽദാരുടെ കയ്യിൽ നിന്നുമുള്ള നിങ്ങൾക്ക് ഇതിന് അർഹതപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ എന്താണോ ഈ ഒരു കാറ്റഗറിയിലേക്ക് വെക്കുന്നത് അതെല്ലാ സർട്ടിഫിക്കറ്റുകളും ഉണ്ടായിരിക്കണം. ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അനക്ഷർ 4ഉം അനക്ഷർ 5ഉം ഉണ്ട്. ഇതിൽ തന്നെ ഉണ്ട്. ഇതിന്റെ അഫിഡവിറ്റ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. അനക്ഷർ 4ഉം 5ഉം. അപ്പൊ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. അപ്പൊ ഈ അനക്ഷർ 4ഉം 5ഉം ESIC വെബ്സൈറ്റിൽ തന്നെയുണ്ട്. കൂടാതെ നിങ്ങൾ എന്തൊക്കെ രേഖകളാണോ ESI IP വാർഡ് സർട്ടിഫിക്കറ്റിന് ഹാജരാക്കിയത് അതിന്റെ ഒരു സെറ്റും എല്ലാം നിങ്ങൾ കയ്യിൽ കരുതിക്കോളുക. നമുക്ക് ആവശ്യമുള്ള എല്ലാ രേഖകളും നമ്മുടെ കോളേജിലേക്ക് അഡ്മിഷൻ കൊണ്ടുപോകുമ്പോൾ നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് കയ്യിൽ വെക്കണം. നിർബന്ധമായും ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവണം. ഒപ്പം തന്നെ നിങ്ങൾക്ക് വാർഡ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ നിങ്ങൾ ഉപയോഗിച്ച എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒപ്പം തന്നെ കരുതുന്നതാണ് നല്ലത്. പിന്നെ ബോണ്ട് ഫോമാറ്റും നിങ്ങൾ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊണ്ടുപോകേണ്ടതാണ്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.